പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനൊരു നല്ല ദിവസത്തില് എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു അതിഥിയായി ഇവിടെ എത്താൻ, നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് പുരസ്കാരങ്ങളും എല്ലാം നിങ്ങൾ കണ്ടല്ലോ കിട്ടുന്നത്. ഞാൻ അതിന് അർഹനാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല. ഞാൻ ചെയ്യുന്നൊരു ജോലി ബാബാ സാഹേബ് അംബേദ്കറും മഹാവീരൻ അയ്യങ്കാളിയും നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ആ വഴിയില് ഈ സനാതന സമൂഹത്തിനിടയിലുള്ള ഈ വഴിയിൽ സഞ്ചരിക്കാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഞാൻ ധൈര്യപൂർവം നടക്കും എന്നുള്ളൊരു കാര്യമെങ്കിൽ അത് മാത്രമേ എനിക്ക് വാക്ക് പറയാൻ പറ്റുള്ളൂ. ഇത്രയും സന്തോഷമുള്ള ഒരു സ്ഥലത്തും എനിക്കൊരു സങ്കടം ഉള്ളത് ഞാൻ പറയട്ടെ. ഞാൻ കാലത്ത് സ്മൃതി മണ്ഡപത്തിലേക്ക് പോയിരുന്നു. ഞാനവിടെ പോയിരുന്നു. ഇപ്പൊ ഇവിടെ വരുന്നു. മഹാവീരൻ അയ്യങ്കാളിയുടെ നിലയുന്നാൾ. അത്രയും വലിയൊരു മനുഷ്യനെ ഓർക്കേണ്ട ഒരു ദിവസം നമ്മളൊരു കൊച്ചു കുടിസ് മുറിയിൽ നിന്നാണ് ആഘോഷിക്കുന്നത് എന്നോട് സങ്കടമുണ്ടായിരുന്നു. കേരളത്തിലെ ജാതി സമൂഹം മഹാവീരൻ അയ്യങ്കാളിയെയും ബാബാ സാഹേബ് അംബേദ്കറിനെയും ജാതിവാദിയായിട്ടും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജാതിയുടെ മാത്രം നേതാവാക്കി മാത്രം ആഘോഷിക്കപ്പെടുന്ന ഈ ഒരു സമൂഹത്തില് അടുത്ത പ്രാവശ്യം ഇതേ ദിവസം 10,000-കണക്കിന് ജനങ്ങള് ഒത്തുകിടുന്ന ഒരു വേദിയില് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെയും മഹാവീരൻ അയ്യങ്കാളിയുടെയും ജന്മദിനങ്ങളും അവരുടെ നിലയുന്നാളുകളെല്ലാം ആഘോഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് സാമൂഹികമായി നമ്മൾ വളരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ്. പിന്നെ കേരളത്തിലെ, ഇന്ത്യയിലെ കക്ഷി രാഷ്ട്രീയങ്ങളെയും രാഷ്ട്രീയ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യാൻ പറ്റുന്നൊരു സംഘടിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇനിയും വളരാൻ ഒരുപാട് കാലം എടുക്കും എന്നുള്ളതാണ് എനിക്ക് കുറച്ച് നാളുകളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നമ്മൾ തന്നെ വിഭജിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള ഈ തീവ്ര സനാതനത്തിന്റെ സാഹോദര്യമില്ലായ്മ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് എനിക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ദയവ് ചെയ്ത് അടുത്ത മഹാവീരൻ അയ്യങ്കാളിയുടെ ജന്മദിനാഘോഷത്തിന്റെ പരിപാടിയായിട്ടും എന്ത് പരിപാടിയാണെങ്കിലും ബഹുജനങ്ങളെ മുഴുവൻ കോർത്തിണക്കാൻ പറ്റുന്ന ഒരു വലിയ ഇടത്തിലേക്ക് ഞാൻ വരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സനാതനത്തിന്റെ ആളുകളെ വിഘടിപ്പിച്ചുകൊണ്ടുള്ള ഈ രാഷ്ട്രീയ പരിഷ്കരണത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് വരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് പട്ടികജാതി, ആദിവാസി, ദളിത് സമൂഹങ്ങളെല്ലാവരും. ഞാനധികം സംസാരിച്ചു കിട്ടുന്നില്ല, എന്റെ വിഷമം പറഞ്ഞേ ഉള്ളൂ. ഇതിങ്ങനെ ആഘോഷിക്കേണ്ട പരിപാടിയല്ല. നമ്മളിങ്ങനെ ഒരു കുടിസ് മുറിക്കകത്ത് നിന്നിട്ട് കൊണ്ടല്ല നമ്മൾ മഹാവീരൻ അയ്യങ്കാളി ആഘോഷിക്കേണ്ടത്. ലോകം അറിയുന്ന അവസ്ഥയിലേക്ക് അതിൽ എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം നമ്മൾ ഇപ്പോൾ എത്തിയിട്ടില്ല. പട്ടികജാതിക്കാര്, ആദിവാസി, ദളിത് ആയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, നമ്മളിപ്പോഴും സനാതനത്തിന്റെ അടിമകൾ തന്നെയാണ്. അപ്പോ അത് മനസ്സിലാക്കുമ്പോൾ മഹാവീരൻ അയ്യങ്കാളിയും ബാബാ സാഹേബ് അംബേദ്കറിനെയും ഇവിടെയുള്ള പൊതുസമൂഹം ആഘോഷിക്കുന്ന ഒരു കാലം വരും. ആ കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം. നന്ദി. എനിക്ക് ഒരു 6.5 മണിക്കൂർ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ളത് തിരിച്ച് തൃശ്ശൂരിലേക്ക്. അപ്പൊ ഞാൻ വേഗം തന്നെ പോവാണ്. ഞാനൊരു പാട്ട് പാടിയിട്ടേ പോകുന്നു. പക്ഷെ എന്ത് പാട്ട് പാടുന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ എന്ത് പാട്ട് പാടണം.
പൊയ്കയിലപ്പച്ചന്റെ പാട്ട് പാടാനാണ് പറഞ്ഞത്. ഞാനൊന്നും പഠിച്ചു വന്നിട്ടൊന്നുമില്ല. എങ്കിൽ കൂടി പൊയ്കയിലപ്പച്ചന്റെ ഒരു പാട്ടിലെ ഒരു 4 വരി ഞാൻ ഇപ്പോഴത്തെ സാമൂഹ്യാവസ്ഥയിൽ ഞാനിത് പാടിയപ്പോൾ വേടൻ ജാതീയവാദിയാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ പാട്ട് ഒരു വേദിയിൽ പാടിയപ്പോൾ പൊയ്കയിലപ്പച്ചൻ നമുക്ക് വേണ്ടി എഴുതി പോരാടി മരിച്ചു പോയിട്ടുള്ള ഒരാളാണ്. അപ്പോ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പൊയ്കയിലപ്പച്ചന്റെ ഒരു കവിതയിൽ ഒരു 4 വരിയാണ്. ഇത് പൊതുസമൂഹത്തിനുള്ളിലേക്ക് എത്തിപ്പെടേണ്ടതായിട്ടുള്ള ഒരു വരിയും കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. പുലയരെല്ലാരും കൂടി അറിയോ ഈ പാട്ട്, ഈ കവിത ആർക്കൊക്കെ അറിയോ? അത് ഞാൻ എന്തായാലും പാടും. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് പാടരുതെന്നാണ് വേണ്ടത്. എന്താണ് പുലയരെല്ലാരും കൂടി ചേരവരായാലെന്താ പുലയല്ലേ ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ? പറയലെല്ലാരും കൂടി സമവരായാലെന്താ പറയന്റെ വഴിമാറുമോ? ഈ ധരതന്നിൽ ഇതിനൊരു ഇത് ഈ കാലഘട്ടത്തിലും പാടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു ദയനീയമായിട്ടൊരു അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു വീര യോദ്ധാവിന്റെ ഓർമ്മ ദിവസം ഇങ്ങനെ ഒരു ഹാളിൽ ആഘോഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തില്ലായിരുന്നു. വലിയൊരു ഉത്സവമായിട്ട് നടത്തേണ്ടിരുന്ന ഒരു പരിപാടി. എനിക്ക് അതാണ് ഒരു സങ്കടമുള്ളത്. നിങ്ങളെല്ലാവരും കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഇതിങ്ങനെയല്ല നടത്തേണ്ടത്. അടുത്ത പ്രാവശ്യമെങ്കിലും ഒരു വലിയ ഒരു വേദിക്ക് മുന്നിൽ മഹാവീരൻ അയ്യങ്കാളിയുടെ നിனைவு നാൾ നമുക്ക് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ പോയിട്ട് വരാം. പാട്ട് കടലമ്മയല്ലേ? പാടാം. ഞാൻ പാടിയിട്ട് പതുക്കെ ഇറങ്ങുകയാണ്. ഒരുപാട് തിരക്കുകളുള്ളത് കാരണമാണ്. വേറൊരു ദിവസം ഞാൻ പറഞ്ഞ പോലെ ഇതിലും വലിയ വേദിയില് ഇതിലും വലിയ ഒരിടത്ത് നമുക്ക് കണ്ടുമുട്ടാം. അതുണ്ടാക്കി തരണം. തീർച്ചയായിട്ടും ഉണ്ടാക്കി തരണം. ഇങ്ങനെ ആവശ്യം പോരാ. തീർച്ചയായിട്ടും അതെനിക്ക് വേണം. അത് ഞാൻ ചോദിച്ചു വാങ്ങുകയും ചെയ്യും. എന്റെ കടമയും കൂടെയാണ്. കടലമ്മ കരഞ്ഞല്ലേ പെട്ടത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. കടലമ്മ കരഞ്ഞല്ലേ പെട്ടത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. പോയിട്ട് വരാം. ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞ ഒരു കാര്യം, എല്ലാവരും ഒന്നു ചേരുക, നല്ല വിദ്യാഭ്യാസത്തിലേക്ക് നേടുക, നല്ല മനുഷ്യരായി വളരാൻ സാധിക്കുക. ജയ് ഭീം.